Assalamualaikum warahmatullahi wabarakatuh. Bismillahirrahmanirrahim. Assalatu wassalamu ala asyrafil mursalin wa ala alihi wasahbihi ajma'in. Amma ba'd. അപ്പോൾ നമ്മുടെ പുതിയ പാഠം ഗിഫ്റ്റ് ഓഫ് ചപ്പൽ. അപ്പോ ചെരുപ്പിന്റെ ഒരു ഗിഫ്റ്റ് ഓഫ് ചപ്പൽസ് മനസ്സിലായോ? ചെരുപ്പിന്റെ പാഠം സമ്മാനം മനസ്സിലായോ? ഒരു സമ്മാനം. എന്തിന്റെ സമ്മാനം? ചപ്പൽ, ചെരുപ്പിന്റെ ഒരു സമ്മാനം എന്നൊരു പാഠഭാഗമാണ്. കുറച്ച് നീണ്ട പാഠമാണ്. അപ്പോൾ കുറച്ച് സ്പീഡിൽ പോകും. അപ്പോൾ ആർക്കും പ്രയാസം ഉണ്ടായത്. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? എടുക്കുന്ന ഭാഗങ്ങൾ ഒന്നും തന്നെ പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതൊരു വലിയ ഭാഗമായി. മനസ്സിലാവും? അപ്പൊ നോക്കാം. മൃദു. അപ്പൊ ഇവിടെ കുറച്ച് കഥാപാത്രങ്ങളെ പറയുന്നു. ഒന്ന് മൃദു. മൃദു ഈസ് എ യങ് ഗേൾ, ഒരു യുവതിയാകുന്നു. മനസ്സിലായ? യങ് ഗേൾ, ഒരു ഒരു 15 വയസ്സിനൊക്കെ താഴെയുള്ള ഒരു യങ് ഗേൾ ആയ ഒരു യുവതിയാണ് ആര്? മൃദു എന്ന പെൺകുട്ടി. ഗ്രോയിങ് അപ്പ്, അവൾ എന്ത് ചെയ്യുന്നു? താമസിക്കുന്നു. എവിടെ? ഇൻ മദ്രാസ്. മദ്രാസിൽ താമസിക്കുന്ന ഒരു യുവതിയാണ് ആര്? ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടി എന്ന് പറഞ്ഞാൽ 4 വയസ്സല്ല. മനസ്സിലായോ? ഒരു സാധാ നമ്മളെ ജ്യേഷ്ഠത്തി അഥവാ ഒരു നിങ്ങളെ ഏജിലുള്ള ഒരു കുട്ടി. മനസ്സിലായി? 10-15 ഇടയിലുള്ള ഒരു യുവതിയാണ്, ഒരു പെൺകുട്ടിയാണ് ആര്? മൃദു എന്ന. അവൾ എവിടെ താമസിക്കുന്നു? ഗ്രോയിങ് അപ്പ്, അവള് താമസിക്കുന്നു എവിടെ? ഇൻ മദ്രാസ്. മദ്രാസിൽ താമസിക്കുന്നു. ആ മദ്രാസ് ഇപ്പോൾ എന്തെങ്കിലും വിളിക്കപ്പെടുന്നു? നൗ കോൾഡ്, അത് അറിയപ്പെടുന്നു എന്തായിട്ട്? ചെന്നൈ എന്ന പേരിൽ അറിയപ്പെടുന്ന മദ്രാസിൽ താമസിക്കുന്ന ഒരു യുവതിയാകുന്നു, ഒരു ചെറിയ പെൺകുട്ടിയാകുന്നു ആര്? മൃദു എന്ന കുട്ടി. അവൾ ആരോടൊപ്പം താമസിക്കുന്നു? വിത്ത് താപ്പിയോടുകൂടി. ഗ്രാൻഡ് മദർ, അവളുടെ അമ്മൂമ്മ. മനസ്സിലായോ? അമ്മൂമ്മ എന്ന് പറഞ്ഞാൽ അമ്മന്റെ അമ്മ. മനസ്സിലായോ? അഥവാ ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് മമ്മിനോടൊപ്പം ആര് താമസിക്കുന്നു? മൃദു താമസിക്കുന്നു. പിന്നെ ആര്? താത്തയോടൊപ്പം താമസിക്കുന്നു. ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് മദർ, ഗ്രാൻഡ് ഫാദർ, അവളുടെ അച്ചാച്ചൻ, അമ്മൂമ്മ, പിന്നെ താപ്പി, പിന്നെ താത്ത എന്നിവരോടൊപ്പം മദ്രാസിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാകുന്നു മൃദു എന്ന കഥാപാത്രം. വൺ ആഫ്റ്റർനൂൺ, ഒരു ഉച്ചയ്ക്ക് ശേഷം, ടാപ്പി ടേക്സ് ഹെർ, അവളെ എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു. എവിടേക്ക്? ആക്കുന്നു. മനസ്സിലായി? ടേക്സ് ഹെർ, അവളെ എന്താക്കുന്നു? ആക്കുന്നു, എടുക്കുന്നു. അവളെ കൊണ്ടുവരുന്നു എവിടത്തേക്ക്? ടു ഹെർ ഓണ്ട്, അവളുടെ അമ്മായിയുടെ വീട്ടിലേക്ക്. മനസ്സിലായോ? അമ്മായി അല്ലെങ്കിൽ ഉപ്പാന്റെയോ അല്ലെങ്കിൽ ഉമ്മയോടൊക്കെ സഹോദരി. മനസ്സിലായോ? എന്നെന്ത് പറയും? ഓണ്ട്, അമ്മായി. അല്ലെങ്കിൽ ഉപ്പ, ഉമ്മ, ഉപ്പയുടെയോ അല്ലെങ്കിൽ ഉമ്മയുടെയോ സഹോദരി, അവരുടെ വീട്ടിലേക്ക്. അഥവാ അപ്പൊ ഓണ്ടിന്റെ വീട്ടിലേക്ക്. ഓണ്ടിന്റെ പേരെന്താ? റുക്കുമണി എന്നാകുന്നു. മനസ്സിലായോ? ആ ഓണ്ടിന്റെ പേരെന്ത്? റുക്കുമണി. അപ്പൊ ഒന്ന് എഴുതി വെച്ചോ. ഓണ്ടിന്റെ പേര് റുക്കുമണി. ഇവിടെ നമ്മുടെ കഥാപാത്രമാര് ആര്? മൃദു എവിടെ താമസിക്കുന്നു? ഇൻ ചെന്നൈയിൽ താമസിക്കുന്നു. ആരോടൊപ്പം? വിത്ത് ഹർ ഗ്രാൻഡ് ഫാദർ, ഗ്രാൻഡ് പാ, പിന്നെ അവരുടെ താപ്പി, പിന്നെ താത്ത എന്നിവരോടൊപ്പം ചെന്നൈ, മദ്രാസിൽ താമസിക്കുന്ന ഒരു പെൺകുട്ടിയാകുന്നു മൃദു. അവളെ എവിടത്തേക്ക് കൊണ്ടാക്കുന്നു? ആര്? താപ്പി എവിടത്തേക്ക് കൊണ്ടാക്കുന്നു? ഈ അമ്മായിയുടെ വീട്ടിലേക്ക് കൊണ്ടാക്കുന്നു ഒരു ഉച്ചയ്ക്ക് ശേഷം. എന്തിനു വേണ്ടി? ടു മീറ്റ് ഹെർ കസിൻസ്, അവളുടെ കസിൻസിനെ കണ്ടുമുട്ടാൻ വേണ്ടി. മനസ്സിലായോ? അതായത് എന്താണ് ആ കസിൻ? ലാലി, രവി, മീന എന്നീ കസിൻസിനെ. അവരെ എന്തിനു വേണ്ടിയാണ് കണ്ടുമുട്ടുന്നത്? ഈ കസിൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മുടെ ഉപ്പയുടെയോ ഉമ്മയുടെയോ സഹോദര മക്കൾ. മനസ്സിലായോ? ഉപ്പയുടെയോ ഉമ്മയുടെയോ സഹോദര സന്താനങ്ങളിൽ പെട്ടവരെയാണ് ആരുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ കസിന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഉപ്പ, ഉമ്മ അല്ലെങ്കിൽ അവരുടെ സഹോദരിയുടെ മക്കൾ, സഹോദര സന്താനം, സഹോദരൻ, സഹോദരി, ഇവരുടെ മക്കൾ, ഉപ്പ, ഉമ്മ, പിന്നെ ഇവരുടെ സന്തതി, ഇവരുടെ സഹോദരങ്ങളുടെ, ഉപ്പയുടെയും ഉമ്മയുടെയും സഹോദരങ്ങളുടെ മക്കൾക്ക് പറയുന്ന പേരാണെന്ത്? ഈ കസിന്. അതായത് എന്താണ് ആ കസിൻസ് ഇവിടെ പറയുന്നത്? ലാലി, പിന്നെ രവി, പിന്നെ മീന.
അപ്പൊ ഇത്രയും കഥാപാത്രങ്ങൾ ഇതിനുണ്ട്. അപ്പൊ ഇവരെയൊക്കെ കണ്ടുമുട്ടാൻ വേണ്ടി, അവരെയൊക്കെ കാണാൻ വേണ്ടി മൃദു എന്ന അമ്മായിയുടെ വീട്ടിലേക്ക് ആരെ കൊണ്ടാക്കുന്നു? അല്ല, റുക്കുമണി എന്ന അമ്മായിയുടെ വീട്ടിലേക്ക് മൃദു എന്ന പെൺകുട്ടിയെ കൊണ്ടാക്കുന്നു. അതാണ് തുടക്കത്തിൽ നടക്കുന്നത്. അങ്ങനെ കൊണ്ടാക്കുന്നു ചിത്ര. അപ്പൊ ഇനി ബാക്കിയുണ്ട് സ്മൈലിംഗ് റുക്കുമണി. സ്മൈലിംഗ് റുക്കുമണി, ചിരിച്ചു കൊണ്ടിരിക്കുന്ന റുക്കുമണി. ത്രൂ ഓപ്പൺ ദി ഡോർ. ഡോർ എന്ത് ചെയ്തു? തുറന്നു. മനസ്സിലായോ? ത്രൂ ഓപ്പൺ, അതെന്ത് ചെയ്തു? ഡോർ തുറന്നു വെച്ചു. മനസ്സിലായോ? അപ്പൊ രവി ആൻഡ് മീന, രവിയും മീനയും, മനസ്സിലായോ? ഈ കസിൻസ്, അവരുടെ കസിനായ രവി മീന, അവരെന്ത് ചെയ്തു? റഷ് ഔട്ട്, പുറത്തേക്ക് കുതിച്ചു. റഷ് ഔട്ട്, അവര് പുറത്തേക്ക് കുതിച്ചു. പിന്നെ എന്തു? രവി പുള്ളിട്, ഇവരെന്ത് ചെയ്തു? പുറത്തേക്ക് ഓടിപ്പോയി. അങ്ങനെ ആരുടെയും? രവിയുണ്ട്. രവി എന്ത് ചെയ്തു? പുള്ളിട്, അവൾ, രവി പുള്ള്, അവള് രവി എന്ന കുട്ടി കസിൻ എന്ത് ചെയ്തു? പുള്ളിട്, അവളെ തള്ളി. മനസ്സിലായോ? മനസ്സിലായോ? പുള്ള് വലിച്ചു. എവിടത്തേക്ക്? പുൾ വലിച്ചു. ആരെ? ഈ ഹെർ, അവളെ. ആരെ? ഈ മൃദു എന്ന കുട്ടിയെ എന്താക്കി? വലിച്ചു. എവിടത്തേക്ക് വലിച്ചു? ഇൻടു ഹൗസ്, വീട്ടിലേക്ക് വലിച്ചു. മനസ്സിലായോ? അപ്പൊ പുള്ള് വലിച്ചു. പുഷ് തള്ളുക, പുഷ് പുള്ള്. അപ്പൊ പുഷ് തള്ളി, പുള്ള്. ഇവിടെ നമുക്ക് എന്താ വേണ്ടത്? പുള്ളാണ് ആവശ്യം. പുള്ള് പുഷ് ഇല്ല. മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു. കൺഫ്യൂഷൻ അല്ല. പുള്ളിട് എന്ന് പറഞ്ഞാല് വലിച്ചു. ആരെ വലിച്ചു? മൃദു എന്ന പെൺകുട്ടിയെ വലിച്ചു. എവിടത്തേക്ക്? ഇൻടു ഹൗസ്, വീട്ടിലേക്ക് എന്ത് ചെയ്തു? വലിച്ചു കൊണ്ടുപോയി. മനസ്സിലായോ? അപ്പൊ വെയിറ്റ്, ഒന്ന് കാത്തിരിക്കും മനുഷ്യ. ലെറ്റ് മീ ടേക്ക് ഓഫ് മൈ സ്ലിപ്പേഴ്സ്. മനസ്സിലായോ? ലെറ്റ് മീ, എന്നെ അനുവദിക്കും. അപ്പൊ കഥാപാത്രങ്ങളൊക്കെ മനസ്സിലായി കാണും. അപ്പൊ നമ്മുടെ പാഠഭാഗം തുടങ്ങുന്നു. അപ്പൊ ലെറ്റ് മീ, എന്നെ അനുവദിക്കൂ. വെയിറ്റ്, ഒന്ന് കാത്തിരിക്കൂ. ലെറ്റ് മീ, എന്നെ ഒന്ന് അനുവദിക്കൂ. എന്തിരിക്കെ? ടേക്ക് ഓഫ്. ടേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ അയക്കുക. ടേക്ക് ഓഫ്, അയക്കുക. ടേക്ക് ഓഫ് മൈ സ്ലിപ്പേഴ്സ്, എന്റെ ചെരുപ്പ് ഒന്ന് അയക്കാൻ എന്നെ അനുവദിക്കൂ. തള്ളല്ലേ, വലിക്കല്ലേ. മനസ്സിലായോ? വലിക്കല്ലേ, എന്നെ ഒന്ന് ചെരുപ്പ് ഒന്ന് അയക്കാൻ അനുവദിക്കൂ. അപ്പൊ മൃദു പ്രൊട്ടസ്റ്റഡ്. മൃദു എന്ത് ചെയ്തു? നല്ല സ്ട്രോങ് ആയിട്ട് അവിടെ തടഞ്ഞു. മനസ്സിലായോ? അപ്പൊ മൃദു എന്ത് ചെയ്തു? ചെരുപ്പ് അഴിക്കാൻ വേണ്ടി അവിടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിന്നു. മനസ്സിലായോ? പ്രൊട്ടസ്റ്റഡ് എന്ന് പറഞ്ഞാൽ തടഞ്ഞു. അപ്പൊ വലിക്കല്ലേ, എന്താക്കട്ടെ, ഞാൻ ചെരുപ്പ് അഴിച്ചിട്ടെ എന്ന് മൃദു പറഞ്ഞു. പ്രൊട്ടസ്റ്റഡ്. ഷീ സെറ്റ് ദം, ആ ചെരുപ്പുകൾ എന്താക്കി? അഴിച്ചു വെച്ചു. മനസ്സിലായോ? സെറ്റ് ഔട്ട്, അവൾ എന്ത് ചെയ്തു? അഴിച്ചു വെച്ചു. എന്താ ഇവിടെ? ആ ചെരുപ്പുകളെ അഴിച്ചു വെച്ചു. നീറ്റിലി, വൃത്തിയായി കൊണ്ട് അഴിച്ചു വെച്ചു. നിയർ എ പെയർ ഓഫ് ലാർജ് ബ്ലാക്ക് വൺസ്, നിയർ, അടുത്തായി കൊണ്ട്. മനസ്സിലായോ? സെറ്റ് ഔട്ട്, അവള് അഴിച്ചു വെച്ചു. ആ ചെരുപ്പുകളെ വെച്ചു. എങ്ങനെ? നീറ്റിലി, വൃത്തിയായി കൊണ്ട്, അത് നല്ല വൃത്തിക്ക് അഴിച്ചു വെച്ചു. നിയർ, അടുത്തായി കൊണ്ട്. എന്തിക്ക് അടുത്തായി കൊണ്ട്? എ ബ്ലാക്ക് വൺ, പേർ എന്ന് പറഞ്ഞാൽ ജോഡി, പേര് ജോഡി. അപ്പൊ ഓഫ് ലാർജ് ബ്ലാക്ക് വൺസ്, അഥവാ കറുത്ത ഒരു ജോഡി ചെരുപ്പിന്റെ, കറുത്ത ഒരു ജോഡി ചെരുപ്പിന്റെ അടുത്തായിക്കൊണ്ട്, വൃത്തിയായിക്കൊണ്ട് ഈ ചെരുപ്പ് അവള് അയച്ചു വെച്ചു. മനസ്സിലായോ? അപ്പൊ ദോസ് വേർ, ആ രണ്ട് ചെരുപ്പുകളായിരുന്നു. ആ രണ്ട് ജോഡി ചെരുപ്പുണ്ടെന്ന് പറഞ്ഞല്ലോ. ഒരു ചെരുപ്പ്, അഥവാ ഒരു ജോഡി രണ്ട് ചെരുപ്പ്. അപ്പൊ ഒരു ജോഡി ചെരുപ്പായിരുന്നു. ആ ദോസ് വേർ, ആ രണ്ട് ചപ്പൽ, രണ്ട് ചെരുപ്പുകളായിരുന്നു. ഗ്രേ, അത് ചാര നിറത്തിലുള്ളതായിരുന്നു. മനസ്സിലായോ? ആ ചെരുപ്പ് എന്തായിരുന്നു? ചാര നിറത്തിലുള്ളതായിരുന്നു. ഗ്രേ കളർ ആയിരുന്നു ആ ചെരുപ്പ്. ആക്ച്വലി, യഥാർത്ഥത്തിൽ അതെന്താണ്? വിത്ത് ഡസ്റ്റ്, പൊടി പിടിച്ചിട്ടാണ് അങ്ങനെ ഏതാണ് ചാരനിറം ആയത്. വിത്ത് ഡസ്റ്റ്. ആക്ച്വലി യഥാർത്ഥത്തിൽ എന്താ? വിത്ത് ഡസ്റ്റ്, അത് പൊടി പിടിച്ച് ഒരു ചാര നിറത്തിലായതാണ് ഏത്? ആ രണ്ട് ചെരുപ്പുകൾ, ഒരു ജോഡി ചെരുപ്പ്. അങ്ങനെയുള്ള ചെരുപ്പിന്റെ അടുത്ത് എന്ത് ചെയ്തു? അവളുടെ ചെരുപ്പും ഒന്ന് വൃത്തിയായിക്കൊണ്ട് അയച്ചു വെച്ചു. യു കുഡ് സീ, നിനക്ക് കാണാൻ സാധിക്കും. ദി ക്ലിയർ മാർക്ക്, വൃത്തിയുള്ള, ക്ലിയർ ആയിക്കൊണ്ടുള്ള അടയാളം. മാർക്ക്, അടയാളം. ക്ലിയർ മാർക്ക്, നല്ല ക്ലിയർ ആയിക്കൊണ്ട് തെളിഞ്ഞു നിൽക്കും
ഒരു അടയാളം. മനസ്സിലായോ? എന്തിന്റെ അടയാളം? ഓഫ് എവരി ക്യൂ. മനസ്സിലായോ? ക്യൂ എന്ന് പറഞ്ഞാല് കാൽവിരൽ. എല്ലാ കാൽവിരലിന്റെയും അടയാളം നിനക്ക് അവിടെ പതിഞ്ഞതായി ശരിക്കും വൃത്തിയായിക്കൊണ്ട് ക്ലിയർ ആയിക്കൊണ്ട് കാണാൻ സാധിക്കും. യു കുഡ് സീ ക്ലിയർ മാർക്ക്. അവിടെ ഒരു യഥാർത്ഥ ശരിക്കൊരു മാർക്ക്, ഒരു അടയാളം കാണാം. എന്തിന്റെ അടയാളം? ഓഫ് എവരി ക്യൂ. എല്ലാ കാൽവിരലിന്റെയും അടയാളം നിനക്ക് അവിടെ കാണാൻ സാധിക്കും. ഓൺ ദി ഫ്രണ്ട് പാർട്ട് ഓഫ് ഈച്ച് സ്ലിപ്പർ. ഓരോ ചെരുപ്പിന്റെയും ഫ്രണ്ട് ഭാഗത്ത്, മുൻഭാഗത്ത് എല്ലാ കാൽവിരലിന്റെയും അടയാളങ്ങൾ നിനക്ക് ശരിക്കും വൃത്തിയായി കാണാൻ സാധിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? യു കുഡ് സീ, നിനക്ക് കാണാൻ സാധിക്കും. എന്ത്? ദി ക്ലിയർ മാർക്ക്. ശരിക്കും അടയാളം. മനസ്സിലായി? ശരിക്കും അടയാളം നിനക്ക് കാണാൻ സാധിക്കും. എന്തിന്റെ അടയാളം? എവരി ക്യൂ. എല്ലാ കാൽവിരലിന്റെയും അടയാളം നിനക്ക് കാണാൻ സാധിക്കും. മനസ്സിലായോ? എവിടെ? ഓൺ ദി ഫ്രണ്ട് ഓഫ് ഈച്ച് ചപ്പൽ. എല്ലാ ചപ്പലിന്റെയും അഥവാ രണ്ട് ചെരുപ്പിന്റെയും മുൻഭാഗത്ത് എല്ലാ കാൽവിരലിന്റെയും അടയാളം നിനക്ക് ശരിക്കും കാണാൻ സാധിക്കും. ദി മാർക്സ് അടയാളങ്ങൾ ഫോർ ദി ടു ബിഗ് ക്യൂസ് were long and scrawny. മനസ്സിലായോ? ദി മാർക്ക് അടയാളം ഫോർ ദി ബിഗ് ക്യൂസ്, രണ്ട് വലിയ വിരലുകളുടെ. മനസ്സിലായോ? രണ്ട് വലിയ വിരലുകളുടെ അടയാളം. അപ്പൊ ഇപ്പോഴത്തെ പേജിലുണ്ട് അടയാളം. മനസ്സിലായോ? ഇവിടെ കണ്ടോ? ശരിക്ക് ആ കാലിന്റെ 5 വിരൽ എന്താണ് ശരിക്ക് കാണാൻ സാധിക്കും. ഇതെന്താണ്? പൊടി പിടിച്ചിട്ടാണ് ശരിക്ക് ഇങ്ങനെ ചാരനിറം ആയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ആ ചെരുപ്പ് ദി മാർക്സ് അടയാളങ്ങൾ. മനസ്സിലായോ? ആ ചെരുപ്പ് ഫോർ ദി ടു ബിഗ് ടൂസ്, അഥവാ ഈ രണ്ട് വലിയ വിരലുകളായിരുന്നു. മനസ്സിലായോ? ഈ കാൽവിരലുകളുടെ അടയാളങ്ങൾ ആയിരുന്നു. കാൽവിരലുകളുടെ അടയാളം ആയിരുന്നു. എന്ത്? വേർ ലോങ്. അത് വലുതാണ്. അപ്പൊ നേരത്തെ എന്ത് പറഞ്ഞു? കാൽവിരലുകളുടെ അടയാളം നിനക്ക് അവിടെ കാണാൻ സാധിക്കും. ഈ കാൽവിരലുകൾ എന്താണ്? വെരി ലോങ്. അത് വളരെ, ഈ മാർക്ക് എന്താകുന്നു? ചെറുതാണോ? ചെറിയ കുട്ടിന്റെ കാൽവിരലാണോ? അല്ല. ഈ അടയാളം എന്താണ്? കാൽപാദം വെരി ലോങ്. അത് വളരെ നീണ്ടതാകുന്നു. മനസ്സിലായോ? പിന്നെ എന്തുമാണ്? സ്ക്രോണി. അത് വളരെ നേർത്തതുമാകുന്നു. നേർത്ത അല്ല നീളമുള്ള കാൽപാദമായിരിക്കുന്നു ആ ചെരുപ്പിന്മേൽ പതിഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ആ ചെരുപ്പിനെ കുറിച്ചുള്ള വിശേഷണം കഴിഞ്ഞു. അങ്ങനെ മൃദു did not have time. മൃദുവിനിക്ക് did not have much time. കൂടുതൽ സമയമില്ല. മനസ്സിലായോ? did not have അവൾക്ക് ഇല്ല. much time കൂടുതൽ സമയം അവൾക്ക് ഇല്ല. എന്തിനിക്ക്? to wonder സംശയിക്കാൻ. മനസ്സിലായോ? സംശയിക്കാൻ അവൾക്ക് സമയമില്ല. ശങ്കിക്കാൻ അവൾക്ക് സമയമില്ല. എന്തിനിക്ക്? about whose slippers they were. മനസ്സിലായോ? whose ആരുടെ, whose chappals ആരുടെ ചെരുപ്പാകുന്നു, they were അവകൾ. മനസ്സിലായോ? ആ ചെരുപ്പ് ആരുടേതാണെന്ന് സംശയിക്കാനുള്ള സമയം അവൾക്ക് ഇല്ലായിരുന്നു. കാരണം എന്താ? രവി, നേരത്തെ നമ്മൾ പറഞ്ഞു കസിൻ. ഈ കസിനായ രവി ഡ്രാഗ്ഡ് അവളെ എന്താക്കുന്നു? വലിക്കുന്നു. മനസ്സിലായോ? ഡ്രാഗ് വലിക്കുക. അവളെ വലിക്കുന്നു. എവിടത്തേക്ക്? ടു ബാക്ക്യാർഡ്. ബാക്ക്യാർഡിലേക്ക്, വീട്ടിന്റെ പിന്നാപുറം. മനസ്സിലായോ? മുൻഭാഗത്തുള്ള മുറ്റല്ല, ബേക്കിന്റെ പിറകു വശത്തുള്ള മുറ്റത്തിനാണ് എന്ത് പറയാ? ബാക്ക്യാർഡ്. മറ്റെന്ത് പറയും? കോർട്ട്യാർഡ്. മനസ്സിലായോ? മുൻമുറ്റം, മറ്റേ പിൻമുറ്റം. അപ്പൊ കോർട്ട്യാർഡ്, ബാക്ക്യാർഡ്. അപ്പൊ രണ്ടെണ്ണം മനസ്സിലാക്കിയിട്ട്, ബാക്ക്യാർഡ് എന്ന് പറഞ്ഞാല് വീട്ടിന്റെ പുറകു വശത്തുള്ള മുറ്റം, കിച്ചന്റെ ഭാഗത്തുള്ള മുറ്റം. ഇതാണ് നമ്മളെ സിറ്റ് ഔട്ടിന്റെ ഭാഗത്തുള്ള മുറ്റം. കോർട്ട്യാർഡ്, ബാക്ക്യാർഡ്. അപ്പൊ ബാക്ക്യാർഡ് വീട്ടിന്റെ പുറം ഭാഗത്തുള്ള മുറ്റത്തേക്ക് എന്ത് വരുന്നു? അവളെ രവി വലിച്ചു കൊണ്ടുപോകുന്നു. അപ്പൊ അവൾക്ക് ഈ ചെരുപ്പ് ആരുടേതാണെന്ന് സംശയിച്ചിരിക്കാനുള്ള സമയമില്ല. കാരണം എന്ത്? വലിക്കുമ്പോ ഇങ്ങോട്ടേക്ക് പോണ്ടി വരും, നിർബന്ധം. മനസ്സിലായോ? അപ്പൊ അതിനെങ്ങനെയുള്ള സമയം അവൾക്കില്ല. എവിടത്തേക്ക്? ബിഹൈൻഡ് പിറക്, പിന്നിലേക്ക്. തിക്ക് നിറഞ്ഞ, തിക്ക് നിറഞ്ഞ, നിറഞ്ഞ എന്ത്? ബിറ്റർ ബെറി. ബിറ്റർ ബെറി
കഴിക്കുന്ന ഒരു കായ്, നല്ല തിങ്ങി നിറഞ്ഞ ഒരു വിക്ടർബറി, മനസ്സിലായോ? ഈ തിങ്ങി നിറഞ്ഞ ഒരു കഴിക്കുന്ന കായയുടെ മരത്തിന്റെ അടുക്കളയിൽ, മനസ്സിലായോ? കുറ്റിച്ചെടി, കുറ്റിച്ചെടി, ഇങ്ങനെ കഴിക്കുന്ന കായുള്ള തിങ്ങി നിറഞ്ഞ ഒരു കുറ്റിച്ചെടിയുടെ പിറകിലേക്ക് ഡ്രാഗഡ് ഹർ, അവളെ എന്താക്കി? വലിച്ച് കൊണ്ടുപോയി. മനസ്സിലായോ? ഡ്രാഗഡ് ഹർ, അവളെ എന്താക്കി? വലിച്ചു കൊണ്ടുപോയി. വിക്ടർബറി, ഒരു കഴിക്കുന്ന കായുള്ള, ഒരു ചെറിയ കായുള്ള, കഴിക്കുന്ന ഒരു ചെറിയുള്ള ഒരു മരത്തിന്റെ തിങ്ങി നിറഞ്ഞ ഒരു ചെറിയ കുറ്റിച്ചെടിയുടെ അടുക്ക എന്ത് ചെയ്തു? അവളെ കൊണ്ടുപോയി. മനസ്സിലായോ? ബുഷ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടി, അഥവാ കുറച്ചൊരു അത്യാവശ്യം പെരുപ്പുള്ള, അഥവാ നല്ല നീണ്ട തെങ്ങ് പോലത്തതല്ല, നല്ല ചെറിയ ഒരു നമ്മളെ നാരങ്ങ ചെടിയൊക്കെ ഇല്ലേ, അതേപോലെ ഒരു ബുഷിന്റെ അടുത്തേക്ക് അവളെ കൊണ്ടുപോയി. അവിടെ ഉണ്ട്, മനസ്സിലായോ? അവിടെ ഇൻസൈഡ് എ ടോൺ ഫുട്ബോൾ, കീറിയ ഒരു ഫുട്ബോൾ, ടോൺ കീറിയ, മനസ്സിലായോ? കീറിയ ഒരു ഫുട്ബോളിന്റെ അകത്തായിക്കൊണ്ട്, മനസ്സിലായോ? ലൈനഡ്, ലൈനഡ് വിത്ത്, അതെന്താക്കിയിരിക്കുന്നു? നിരത്തി വെച്ചിരിക്കുന്നു. സാക്കിംഗ് എന്ന് പറഞ്ഞാല് ഫില്ലിംഗ്, സാക്ക് എന്ന് പറഞ്ഞാല് നിറക്കുന്ന, മനസ്സിലായോ? നിറച്ചിരിക്കുന്നു. എങ്ങനെ? ഫില്ലഡ് വിത്ത് സാൻഡ്. അത് ടോൺ ഫുട്ബോൾ, അതെന്താണ്? ഫില്ലഡ് സാൻഡ് വിത്ത് സാൻഡ്, അത് മണ്ണായിട്ട് എന്തായിരിക്കുന്നു? നിറച്ചു വെച്ചിരിക്കുന്നു. ആ സാൻഡ്, ആ കീറിയ ഫുട്ബോൾ എന്താണ്? അകത്തൊന്നും ഇല്ലാന്നാണോ? അല്ല, അതിന്റെ ഉള്ളിൽ, ആ ഫുട്ബോളിന്റെ ഉള്ളിൽ എന്തായിക്കൊണ്ട്? സാക്ഡ്, അത് നിറച്ചിരിക്കുന്നു. ആൻഡ് ഫില്ലഡ്, അത് നിറച്ചിരിക്കുന്നത് വിത്ത് സാൻഡ്, മണ്ണലായിക്കൊണ്ട്, മനസ്സിലായി? പൂഴിയും കൊണ്ട് ആ കീറിയ ഫുട്ബോളിന്റെ ഉൾഭാഗം എന്തായിരിക്കുന്നു? നിറച്ചു വെച്ചിരിക്കുന്നു, നിറച്ചിരിക്കുന്നു. ല്ലേ? കിടക്കുന്നു, അവിടെ കിടക്കുന്നു. അവിടെ കുറ്റിച്ചെടി, അതിന്റെ അടുത്ത് എന്തെങ്കിലും കീറിയ ഫുട്ബോൾ ഉണ്ട്. അവിടെ എവിടെ? കീറിയ ഫുട്ബോളിന്റെ മേൽ ല്ലേ കിടക്കുന്നു. എ വെരി സ്മോൾ കിച്ചൺ. കിച്ചൺ എന്ന് പറഞ്ഞാല് ക്യാറ്റിന്റെ ചെറിയ കുട്ടിക്ക് പറയുന്ന പേരാണ് എന്ത്? കിച്ചൺ, മനസ്സിലായോ? ചെറിയ പൂച്ചക്കുട്ടി, മനസ്സിലായോ? കിച്ചൺ, ഒരു ചെറിയ പൂച്ചക്കുട്ടി എന്താകുന്നു? അവിടെ കിടക്കുന്നു. ല്ലേ? കിടക്കുന്നു. എങ്ങനെ? ലാപ്പിംഗ് അപ്പ്. ലാപ്പിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ ലാപ്പപ്പ്. ലാപ്പപ്പ് എന്ന് പറഞ്ഞാല് പൂച്ച പാല് കുടിക്കുന്നുണ്ടല്ലേ, മനസ്സിലായോ? നക്കി കുടിക്കുക, അതിനെന്താ പറയാ? ലാപ്പ്. അതെന്താകുന്നു? ലാപ്പിംഗ് അപ്പ്. അതെന്താകുന്നു? ആ പൂച്ച നക്കി കുടിക്കുന്നു. മിൽക്ക്, പാല് നക്കി കുടിക്കുന്നു, മനസ്സിലായോ? നക്കി കുടിക്കുന്നു. ആര്? പൂച്ച. എന്തിൽ നിന്ന്? ഫ്രം എ കോക്കനട്ട് ഹാഫ് ഷെൽ, മനസ്സിലായോ? ഷെല്ല് എന്ന് പറഞ്ഞാല് ആ പുറഭാഗത്തുള്ള തോടില്ലേ, അതിനെന്താ പറയാ? ഷെല്ല്. അപ്പൊ ഹാഫ് ഷെൽ, പകുതി തോട്. എന്തിന്റെ? കോക്കനട്ട്, തേങ്ങയുടെ പകുതി തോട്, അഥവാ ചിരട്ട. പകുതി ചിരട്ട ഉണ്ടല്ലോ, ആ പകുതി ചിരട്ടയിൽ നിന്നും കോക്കനട്ട് ഹാഫ് ഷെൽ, ആ ചിരട്ടയിൽ നിന്നും ആര് പാല് നക്കി കുടിക്കുന്നു? പൂച്ച. ലാപ്പിംഗ്, ആ പൂച്ച പാല് നക്കി കുടിക്കുന്നു. We found him, അവനെ നമ്മൾ കണ്ടു, മനസ്സിലായി? We found him, അവനെ നമ്മൾ കണ്ടു. Outside of the gate this morning, ഈ ഇന്ന് രാവിലെ, this morning, ഈ രാവിലെ, അഥവാ ഇന്ന് രാവിലെ നമ്മൾ found, കണ്ടു. ആരെ? ആ പൂച്ചയെ നമ്മൾ കണ്ടു. Outside of the gate, ഗേറ്റിന് പിറകെ പുറത്തായിക്കൊണ്ട് പൂച്ചയെ നമ്മൾ ഇന്ന് രാവിലെ കണ്ടിരുന്നു. He was, അവനായിരുന്നു. mewing, he was, അവനായിരുന്നു. mewing, മ്യൂ എന്ന് പറഞ്ഞാല് പൂച്ച മ്യാവുന്നില്ലേ, അതിനെന്താ പറയാ? മ്യൂയിങ്. ആ പൂച്ച എന്താകുന്നു? മ്യൂയിങ്. ആ മ്യാവുന്ന് ഇങ്ങനെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു പാവം വസ്തുവാണ് ഏത്? പൂച്ച, മനസ്സിലായോ? said the മീന, മീന പറഞ്ഞു. It is a secret, ഇതൊരു രഹസ്യമാകുന്നു. അമ്മ says, അമ്മ പറയുന്നു. എന്ത്? പാറ്റി will leave, അമ്മ പറയുന്നു. ഇതൊരു രഹസ്യമായ കാര്യമാണ്. അമ്മ പറയുന്നു. എന്ത്? പാറ്റി വിൽ ലീവ്. പാറ്റി എന്ന് പറഞ്ഞാല് തമിഴില് അമ്മൂമ്മക്ക് പറയുന്ന, അമ്മയുടെ അമ്മക്ക് പറയുന്ന പേരാണ് എന്ത്? പാറ്റി, മനസ്സിലായോ? പാറ്റി എന്ന് തമിഴില് അമ്മക്ക് പറയുന്ന പേര്, അമ്മന്റെ അമ്മ, മനസ്സിലായോ? അമ്മൂമ്മ അല്ലെങ്കിൽ അമ്മൂമ്മ, മനസ്സിലായോ? ഉമ്മാമ, അവർക്ക് തമിഴില് പറയുന്ന പേരാണ് പാറ്റി, മനസ്സിലായോ? പാറ്റി. അമ്മയുടെ അമ്മ പറയുന്നത് അമ്മയുടെ അമ്മക്ക്, അഥവാ തന്റെ അമ്മയുടെ അമ്മക്ക് അമ്മ വിൽ ലീവ്, ആ അമ്മ ടാപ്പി എന്ത് ചെയ്യുന്നു? ലീവ്, പോകുന്നു.
for our Pattumama's house. പട്ടുമാമയുടെ വീട്ടിലേക്ക് പോകും. മനസ്സിലായോ? ടാപ്പി വിൽ ലീവ്. ടാപ്പി എന്ത് ചെയ്യും? പോകും. എവിടത്തേക്ക്? പട്ടുമാമ ഹോം. മനസ്സിലായോ? പട്ടുമാമയുടെ വീട്ടിലേക്ക് മാമി പോകും. എപ്പോൾ? if she knows, അവൾ അറിയുകയാണെങ്കിൽ. if she knows, അവൾ അറിയുകയാണെങ്കിൽ എന്ത്? we have a cat, നമുക്കൊരു പൂച്ചയുണ്ടെന്ന് അറിയുകയാണെങ്കിൽ അപ്പൊ തടിത്തപ്പും. ആര്? നമ്മുടെ മനസ്സിലായോ? അമ്മയുടെ അമ്മ. എവിടത്തേക്ക്? പട്ടുമാമാസ് ഹോം. പട്ടുമാമയുടെ വീട്ടിലേക്ക് ആര് പോകും? പാറ്റി പോകുമെന്ന് അമ്മ പറഞ്ഞു. പീപ്പിൾ ആർ ആൾവേസ് ടെല്ലിംഗ് us. പീപ്പിൾ ആർ ജനങ്ങളാകുന്നു. എങ്ങനെ? ആൾവേസ് എപ്പോഴും. ടെല്ലിംഗ് us നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ജനങ്ങൾ നമ്മളോട് പറയുന്നു. എന്ത്? ടു ബി കൈൻഡ്, ദയയുള്ളവനാവാൻ. മനസ്സിലായോ? ടു ബി കൈൻഡ്. കൈൻഡ് ദയ, വാത്സല്യം. മനസ്സിലായോ? കൈൻഡ് ഉള്ളവനാവാൻ, വാത്സല്യവാനാവാൻ നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ആരോട്? ആനിമൽസ്, മൃഗങ്ങളോട് നല്ല ദയ തോന്നണം, നല്ല വാത്സല്യം ഉണ്ടായിരിക്കണം, സ്നേഹം ഉണ്ടായിരിക്കണം. ഒരു പരുക്കൻ സ്വഭാവം മൃഗങ്ങളോട് കാട്ടരുത് എന്നൊക്കെ ജനങ്ങൾ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ when we are, അപ്പോൾ നമ്മളാണെങ്കിൽ they scream, അവരെന്ത് ചെയ്യുന്നു? അട്ടഹസിക്കുന്നു. മനസ്സിലായോ? അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പൂച്ചയൊക്കെ നല്ല സ്നേഹമൊക്കെ കാണിക്കുന്നതാണെങ്കിൽ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, മൃഗങ്ങളെ വേദനിപ്പിക്കരുത്, അതൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ നമ്മളാണെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിലായോ? നമ്മൾ അങ്ങനെ ദയുള്ളവരാകുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? അട്ടഹസിക്കുന്നു. മനസ്സിലായോ? അവർക്ക് പേടിയാകുന്നു. നമ്മളിങ്ങനെ പൂച്ചയോ അല്ലെങ്കിൽ നായയൊക്കെ സ്നേഹിച്ച് വളർത്തി ഇങ്ങനെ പാലൊക്കെ കൊടുത്ത് വളർത്തുമ്പോൾ അവരെന്ത് ചെയ്യുന്നു? അട്ടഹസിക്കുന്നു, പേടിച്ച് അട്ടഹസിക്കുന്നു, അലറുന്നു. ഹോ ഡോണ്ട് ബ്രിങ്, ഹോ എന്തെന്ന് പറയുന്നു? അട്ടഹസിച്ച് എന്ത് പറയുന്നു? Don't bring that dirty creature here. മനസ്സിലായോ? Don't, dirty, മ്ലേച്ഛമായ. മനസ്സിലായോ? Don't bring, കൊണ്ടുവരരുത്. മനസ്സിലായോ? Don't bring, കൊണ്ടുവരരുത്. എന്ത്? that dirty creature. മനസ്സിലായോ? ആ മ്ലേച്ഛമായ നികൃഷ്ട ജീവിയെ, ക്രിയേച്ചർ സൃഷ്ടി. മനസ്സിലായോ? ആ നികൃഷ്ട വിരൂപമായ ആ സൃഷ്ടിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരരുത്. മനസ്സിലായോ? എന്ന് നമ്മളോട് അലറി പറയും. മനസ്സിലായോ? അതിനെ പുറത്താക്കൂ. അപ്പൊ രവി ഇങ്ങനെ പറഞ്ഞു. ആര്? സെഡ് രവി പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ എന്ത്? പീപ്പിൾ ആർ ഓൾവേസ് ടെല്ലിംഗ് us to be kind to animals, but if we are they scream, don't bring that dirty animal here. മനസ്സിലായോ? ആര് പറഞ്ഞു? രവി പറഞ്ഞു. അപ്പൊ കഥ ഇങ്ങനെ മനസ്സിലായിക്കൊണ്ടാണ്. മറ്റു കഥകൾ ഇത് കുറച്ച് ടഫുള്ള കഥകളാണ്. അപ്പൊ എടുക്കുന്ന ഭാഗങ്ങൾ അന്നം തന്നെ നല്ലപോലെ പഠിച്ചു വെക്കുക. അപ്പൊ ഡു യു നോ, നിനക്ക് അറിയുമോ? ഡു യു നോ, നിനക്ക് അറിയുമോ? ഹൗ ഹാർഡ്, എത്ര പ്രയാസമാണ്, എത്ര കഠിനമാണ്. മനസ്സിലായ? ഹൗ ഹാർഡ്, എത്രമാത്രം കഠിനമാണ്. എന്ത്? എത്രമാത്രം കഠിനമാണ്, പ്രയാസമാണ്. ഇറ്റ് ഈസ്, ഇത്. മനസ്സിലായി? ഇത് എത്ര പ്രയാസ. എന്ത്? ജസ്റ്റ് ടു ഗെറ്റ് എ ലിറ്റിൽ മിൽക്ക് ഫ്രം കിച്ചൺ, അടുക്കളയിൽ നിന്നും അല്പം. മനസ്സിലായി? ജസ്റ്റ് ഗെറ്റ് മിൽക്ക്. മനസ്സിലായോ? ഫ്രം കിച്ചൺ, അല്പം, ലിറ്റിൽ, അല്പം, ലിറ്റിൽ, അല്പം. മനസ്സിലായോ? അല്പം പാല്. ഗെറ്റ് ഫ്രം കിച്ചൺ, കിച്ചണിൽ നിന്നും അല്പം പാല് ലഭിക്കുക. മനസ്സിലായോ? അല്പം പാല് ലഭിക്കുക. ഹൗ ഹാർഡ് ഇറ്റ് ഈസ്, ഇത് എത്രമാത്രം പ്രയാസമാണ്, കഠിനമാണ്. എന്ത്? ഹൗ ഗെറ്റ് ലിറ്റിൽ മിൽക്ക് ഫ്രം കിച്ചൺ, അടുക്കളയിൽ നിന്നും അല്പം പാല് ലഭിക്കുക എന്നത് ഹൗ ഹാർഡ്, എത്രമാത്രം കഠിനാധ്വാനമാണ്. മനസ്സിലായോ? അപ്പൊ എന്ത് ചെയ്യും? വീട്ടിന്റെ എല്ലാവരും നമുക്ക് സപ്പോർട്ടാണെങ്കിൽ കുഴപ്പമില്ല. അതിന്റെ നമ്മുടെ പാർട്ടി ഉണ്ട്. പാർട്ടിക്കാണെങ്കിലോ ഈ സാധനങ്ങളൊന്നും പറ്റൂല. അവിടെ എന്ത് ചെയ്യും? വേറെ വീട്ടിലേക്ക് പോകും. അപ്പൊ ഇങ്ങനെ കാര്യം കാണാതെ, പ്രത്യേകിച്ച് പാർട്ടി കാണാതെ പാല് കൊണ്ടുവരാന്നുള്ളത് ഹൗ ഹാർഡ്. മനസ്സിലായോ? എത്രമാത്രം പ്രശ്നമായ കാര്യമാണ്. പാർട്ടി സോ, പാർട്ടി കണ്ടിരിക്കുന്നു. സോ മീ, എന്നെ കണ്ടിരിക്കുന്നു. വിത്ത് എ ഗ്ലാസ് ഇൻ മൈ ഹാൻഡ്, എന്റെ കയ്യിൽ ഒരു ഗ്ലാസുമായിക്കൊണ്ട് എന്നെ പാർട്ടി കണ്ടിരിക്കുന്നു. പാർട്ടി സോ മീ വിത്ത് എ ഗ്ലാസ്, ഒരു ഗ്ലാസ് ആയിക്കൊണ്ട് ഇൻ മൈ ഹാൻഡ്, എന്റെ കയ്യിൽ ഒരു ഗ്ലാസ് എടുത്ത് നിൽക്കുന്ന ഇത് എന്നെ ആര് കണ്ടിരിക്കുന്നു? പാർട്ടി കണ്ടു. പാർട്ടി സോ മീ, എന്നെ പാർട്ടി കണ്ടിരിക്കുന്നു. എങ്ങനെ? വിത്ത് ഗ്ലാസ് ഓഫ്
വിത്ത് ഗ്ലാസ് ഇൻ മൈ ഹാൻഡ്, എന്റെ കയ്യിൽ ഒരു ഗ്ലാസുമായി നിൽക്കുന്നത് ആര് കണ്ടു? പാറ്റി എന്നെ കണ്ടിരുന്നു. ജസ്റ്റ് നോ, ഇപ്പോ അല്പം മുമ്പ്, ജസ്റ്റ് നോ അല്പം മുമ്പ് പാറ്റി എന്നെ കണ്ടു. എങ്ങനെ? ഞാൻ കയ്യിൽ ഇങ്ങനെ ഗ്ലാസ് പിടിച്ച് നിൽക്കുന്നത് പാറ്റി കണ്ടു. ഐ ടോൾഡ് ഹർ, ഞാൻ അവളോട് പറഞ്ഞു. ആരോട്? പാറ്റിയോട് ഞാൻ പറഞ്ഞു. എന്ത്? ഐ ആം വെരി ഹംഗ്രി, ഞാൻ വളരെ വിശന്നവനാണ്, ഞാൻ വളരെ വിശന്നവനാണ് എന്ന് ഞാൻ അവളോട് പറഞ്ഞു. ഐ വാണ്ട് ടു ഡ്രിങ്ക് ഇറ്റ്, ഐ വാണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു, ടു ഡ്രിങ്ക് ഇറ്റ് ഇത് കുടിക്കാൻ. മനസ്സിലായോ? അപ്പൊ ഈ ഗ്ലാസ്സിലുള്ള സാധനം കുടിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരിക്കുക. കാരണം ഐ ആം ഹംഗ്രി, ഞാൻ വളരെ വിശന്ന അവസ്ഥയിലാണ് ഉള്ളത്, വിശന്നവനായിരുന്നു, വിശപ്പുള്ളവനാകുന്നു ആര്? ഞാൻ. അപ്പൊ ഐ വാണ്ട് ടു ഡ്രിങ്ക് ഇറ്റ് ഇത് കുടിക്കാൻ ഞാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. ബട്ട് പക്ഷേ ദി വേ ഷീ ലുക്ക്ഡ് അറ്റ് മീ, വഴിയിൽ അവൾ, പക്ഷെ ഇങ്ങോട്ട് വരുന്ന വഴിയിൽ, മനസ്സിലായോ? വഴി ഷീ ലുക്ക്ഡ് അറ്റ് മീ, അവൾ എന്നെ എന്തായിക്കൊണ്ടിരിക്കുന്നു? നോക്കിക്കൊണ്ടേയിരിക്കുന്നു. മനസ്സിലായോ? അങ്ങനെ ഞാൻ ഇങ്ങനെ ഗ്ലാസ്സിൽ പാലെടുത്ത് നിൽക്കുന്ന ആര് കണ്ടു? പാറ്റി എന്നെ കണ്ടു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഐ ആം ഹംഗ്രി, ഞാൻ വിശന്നവളാണ്, ഐ വാണ്ട് ടു ഡ്രിങ്ക് ഇറ്റ് അത് കുടിക്കാൻ ഞാൻ എന്താകുന്നു? ആഗ്രഹിക്കുന്നെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഷീ വഴിയിൽ, പക്ഷെ വഴിയിൽ ഷീ ലുക്ക്ഡ് അറ്റ് മീ, അവൾ എന്നെ എന്തായി? നോക്കിക്കൊണ്ടിരുന്നു, എന്നെ നോക്കി. അപ്പൊ ഐ ഹാഡ് ടു ഡ്രിങ്ക്, അപ്പൊ ഞാൻ ആ പാല് ഇങ്ങനെ എടുത്ത് നിൽക്കുന്ന ആര് കണ്ടു? പാറ്റി കണ്ടു. അപ്പൊ എന്നോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ വിശന്നവളാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന വഴിക്ക് ആര് കണ്ടു? പാറ്റി എന്നെ കണ്ടു. അപ്പോൾ എന്ത് ചെയ്തു? പൂച്ച കൊടുക്കുന്നതാണെന്ന് ചെയ്യാൻ പറ്റില്ലല്ലോ, കാരണം പൂച്ച കൊടുത്താൽ കുടുങ്ങി. കാരണം പൂച്ച അവിടെ ഒരു നികൃഷ്ട ജീവിയായിരുന്നു, അവർക്ക് എല്ലാവരെയും വിരൂപ ജീവിയായിരുന്നു പൂച്ച. അപ്പൊ അതിനെ അടുപ്പിക്കാനേ പാടില്ല എന്നാണ് പാർട്ടിയുടെ ആഗ്രഹം. മനസ്സിലായോ? കാരണം പാർട്ടിക്ക് ഇഷ്ടമില്ല. അപ്പൊ പൂച്ചയെ വളർത്തുമ്പോൾ പാർട്ടി എന്താകും? സപ്പോർട്ട് ചെയ്യില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഐ ഹാഡ് ടു ഡ്രിങ്ക്, എനിക്ക് കുടിക്കേണ്ടതായി വന്നു. മനസ്സിലായോ? ഐ ഹാഡ് ടു ഡ്രിങ്ക്, ഐ ഹാഡ് ടു, എനിക്ക് ചെയ്യേണ്ടി വന്നു. ഇതൊരു പ്രയോഗം. മനസ്സിലായി? ഐ ഹാഡ് ടു, ഐ ഹാഡ് ടു ഗോ, എനിക്ക് പോകേണ്ടതായി വന്നു. ഐ ഹാഡ് ടു ലിസൺ, എനിക്ക് കേൾക്കേണ്ടതായി വന്നു. ഐ ഹാഡ് ടു പേ, എനിക്ക് പൈസ അടയ്ക്കേണ്ടതായി വന്നു. ഐ ഹാഡ് ടു റൈറ്റ്, എനിക്ക് എഴുതേണ്ടതായി വന്നു. മനസ്സിലായോ? ഐ ഹാഡ് ടു സ്ലീപ്പ്, എനിക്ക് ഉറങ്ങേണ്ടതായി വന്നു. മനസ്സിലായോ? അതോ ഉറങ്ങേണ്ട അവസ്ഥ എനിക്ക് വന്നു. മനസ്സിലായോ? ഐ ഹാവ് ടു ഗോ, എനിക്ക് പോകേണ്ടതായിട്ടുണ്ട്. ഐ ഹാഡ് ടു സ്ലീപ്പ്, എനിക്ക് ഉറങ്ങേണ്ടതായിട്ടുണ്ട്. മനസ്സിലായോ? ഐ ഹാവ് ടു സ്ലീപ്പ്, ഐ ഹാവ് ടു ഗോ, ഐ ഹാവ് ടു ഈറ്റ്, ഐ ഹാവ് ടു ഡ്രിങ്ക്. അപ്പൊ എനിക്ക് അങ്ങനെയൊക്കെ കുടിക്കേണ്ടതായി വന്നു. മനസ്സിലായോ? ഐ ഹാഡ് ടു, അപ്പൊ അതിന്റെ പാസ്റ്റ് ഐ ഹാഡ് ടു ഗോ, ഐ ഹാഡ് ടു ഡ്രിങ്ക്, എനിക്ക് കുടിക്കേണ്ടതായി വന്നു. കാരണം എന്ത്? പാറ്റി ലുക്കിംഗ് മീ അറ്റ് ദി വേ, മനസ്സിലായോ? വഴിയിൽ എന്തായിരിക്കുന്നു? എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് ഐ ഹാഡ് ടു ഡ്രിങ്ക്, എനിക്ക് കുടിക്കേണ്ടതായി വന്നു. ഈ പാല് കുടിക്കേണ്ടി വന്നു. മോസ്റ്റ് ഓഫ് ഇറ്റ്, പാലിന്റെ അധിക ഭാഗവും എനിക്ക് കുടിക്കേണ്ടതായി വന്നു. കാരണം ഞാൻ ഇങ്ങനെ പാലെടുത്ത് നിൽക്കുന്നത് പാറ്റി കണ്ടു. അപ്പൊ ഞാൻ ഇങ്ങനെ വിശന്നു എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ ഇങ്ങനെ വഴിയിൽ ഇങ്ങനെ വരുന്ന ടൈം പാറ്റി ലുക്കിംഗ് മീ, അവൾ എന്തായിരിക്കുന്നു? എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ആ സന്ദർഭത്തിൽ ഐ ഹാഡ് ടു ഡ്രിങ്ക് മോസ്റ്റ് ഓഫ് ഇറ്റ്, അധിക പാലും എനിക്ക് കുടിക്കേണ്ടതായി വന്നു. മനസ്സിലായോ? എന്തിനു വേണ്ടി? ടു ത്രോ ഹർ ഓഫ് ദി സീ. മനസ്സിലായോ? എന്തിനാണ് ഞാൻ പാല് കുടിക്കേണ്ടതായി വന്നത്? ഐ ഹാഡ് ടു ഡ്രിങ്ക് മോസ്റ്റ് ഓഫ് ഇറ്റ്. എന്തിനിക്ക്? ടു ത്രോ ഓഫ് ദി സീ. മനസ്സിലായോ? അപ്പോ ത്രോ ഹർ ഓഫ് ദി സീ, അവളെ കബളിപ്പിക്കാൻ വേണ്ടി. മനസ്സിലായോ? പറ്റിക്കാൻ വേണ്ടി. ത്രോ ഓഫ് ദി സീ എന്ന് പറഞ്ഞാൽ പറ്റിക്കാൻ വേണ്ടി. ത്രോ ഓഫ് ഹിം, അവനെ പറ്റിക്കാൻ വേണ്ടി. ഹർ, അവളെ പറ്റിക്കാൻ വേണ്ടി. മനസ്സിലായോ? അവളെ പറ്റിക്കാൻ. ദം, അവരെ പറ്റിക്കാൻ വേണ്ടി. മനസ്സിലായോ? അപ്പൊ ടു ത്രോ ഹിം ഓഫ് ദി സീ എന്ന് പറഞ്ഞാല് അവനെ പറ്റിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഹർ, അവളെ പറ്റിക്കാൻ വേണ്ടി. മനസ്സിലായോ? അപ്പൊ ത്രോ ഓഫ് ദി സീ എന്ന് പറഞ്ഞാല് അവളെ പറ്റിക്കാൻ വേണ്ടി. മനസ്സിലായോ? അവളെ കബളിപ്പിക്കാൻ വേണ്ടി. അപ്പൊ ഞാൻ ഇങ്ങനെ കുടിക്കുന്നാണ്ടാണ് ഓളെന്ന് വിചാരിക്കൂ. ഓള് ശരിക്കും നല്ല ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് നല്ല വിശപ്പുള്ളവളാണെന്ന് അവള് വിശ്വസിക്കും. അങ്ങനെ വിശ്വസിപ്പിക്കാൻ വേണ്ടി, കബളിപ്പിക്കാൻ വേണ്ടി, വഞ്ചിക്കാൻ വേണ്ടി ഇങ്ങനെ വിശ്വസിക്കും. മോസ്റ്റ് ഓഫ്
പാല് കുടിക്കേണ്ടി വന്നു. അപ്പോൾ she wanted, അവൾ ആവശ്യപ്പെട്ടു. The tumbler, മനസ്സിലായോ? ടംബ്ലർ എന്ന് പറഞ്ഞാൽ പാനപാത്രം. ടംബ്ലർ പാനപാത്രം, വെള്ളം കുടിക്കുന്ന പാത്രം, അതിനെന്താ പറയുക? ടംബ്ലർ. she wanted the tumbler back. ഈ പാനപാത്രം തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു? പാറ്റി ആവശ്യപ്പെട്ടു. പാറ്റി I will wash it myself. I will wash, ഞാനത് കഴുകും, വൃത്തിയാക്കും. I will wash it, ആ പാനപാത്രം ഞാൻ വൃത്തിയായിക്കോളാം. myself, ഞാൻ സ്വന്തം വൃത്തിയായിക്കോളാം. Why should I put you to trouble? Why should I put, എന്തിന് ഞാൻ ഇടണം? എന്തിന് ഞാൻ ഇടണം? Why I should put you, എന്തിന് ഞാൻ താങ്കളെ ഇടണം? എന്തിലേക്ക്? To trouble, പ്രയാസത്തിലേക്ക്, വിഷമത്തിലേക്ക്. എന്തിന് ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കണം എന്നർത്ഥം. മനസ്സിലായോ? Why I should put you to trouble, എന്തിന് താങ്കളെ ഞാൻ പ്രയാസപ്പെടുത്തണം? മനസ്സിലാവുന്നുണ്ടല്ലോ? Why, എന്തിന്? Should I put you, താങ്കളെ ഇടണം. എന്തിലിടണം? Trouble, പ്രയാസം, വിഷമത്തിൽ. താങ്കളെ എന്തിനാണ് പ്രയാസപ്പെടുത്തണം? I told her, ഞാൻ അവളോട് പറഞ്ഞു. മനസ്സിലായോ? പാനപാത്രം തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു? പാറ്റി ആവശ്യപ്പെട്ടു. അപ്പോൾ എന്ത് പറഞ്ഞു പാറ്റിയോട്? Why I should put you to trouble, എന്തിന് ഞാൻ താങ്കളെ പ്രയാസപ്പെടുത്തണം? I will wash it, ഞാൻ എന്ത് ചെയ്യാം? അത് കഴുകിക്കോളാം, കഴുകുമെന്ന് അവളോട് ഞാൻ പറഞ്ഞു. I had to run, എനിക്ക് ഓടേണ്ടതായി വന്നു. And poor, എനിക്ക് തളിക്കേണ്ടി വന്നു. മനസ്സിലായോ? ഒഴിച്ചു കൊടുക്കേണ്ടി വന്നു. മനസ്സിലാവുന്നല്ലോ? വെള്ളം ഒഴിക്കേണ്ടി, എന്താ പറയാ? poor. അപ്പൊ എനിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വന്നു, ആ പാല് ഒഴിച്ചു കൊടുക്കേണ്ടി വന്നു. poor the milk, തളിച്ചു കൊടുക്കേണ്ടി വന്നു, ആ പാല് തളിച്ചു കൊടുക്കേണ്ടി വന്നു, ഒഴിച്ചു കൊടുക്കേണ്ടി വന്നു. into this coconut shell, ഈ കോക്കനട്ട്, ഈ തേങ്ങയുടെ ആ ചിരട്ടയിലേക്ക് പാല് ഒഴിച്ചു കൊടുക്കേണ്ടി വന്നു. and then, എന്നിട്ട് അപ്പോൾ തന്നെ run back, ഓടേണ്ടിയും വന്നു. and wash the tumbler, ആ പാനപാത്രം എനിക്ക് കഴുകേണ്ടതായി വന്നു. and put it back, എനിക്ക് അത് തിരിച്ചു വെക്കേണ്ടതായി വന്നു. before she got, അവൾക്ക് ലഭിക്കുന്നതിന് മുമ്പ്. really suspicious, മനസ്സിലായോ? എന്ത്? suspicious, സംശയം. മനസ്സിലായോ? before, എന്തിനു മുമ്പ്? she got really suspicious, അവൾക്ക് യഥാർത്ഥമായ ഒരു സംശയം തോന്നുന്നതിന് മുമ്പ്. ശരിക്കും അവൾക്ക് ഒരു സംശയം തോന്നുന്നതിന്, എന്റെ ഈ ഉഡായിപ്പുകളൊക്കെ പിടിക്കും എന്നതിന് മുമ്പ് അവൾ ഇതൊക്കെ എനിക്ക് ചെയ്യേണ്ടതായി വന്നു. I had to run, എനിക്ക് ഓടേണ്ടതായി വന്നു. I had to pour milk into coconut shell, എന്നിട്ട് പിന്നെ I had to wash, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യേണ്ടി വന്നു. എന്തിനു വേണ്ടി? ഈ അവൾക്ക് സംശയം തോന്നാതിരിക്കാൻ വേണ്ടി ഇതൊക്കെ എനിക്ക് ചെയ്യേണ്ടതായി വന്നു. Now, ഇപ്പോൾ we have to think, നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായോ? Now, ഇപ്പോൾ we have to think, നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മനസ്സിലായോ? We have to think, എനിക്ക് ചിന്തിക്കേണ്ടതായി വന്നു. We have to think, നമുക്ക് ചിന്തിക്കേണ്ടതായി വന്നു. മനസ്സിലായോ? ചിന്തിക്കണം. എന്ത്? of some other way, മറ്റു വഴികൾ എനിക്ക് ചിന്തിക്കേണ്ടതായി വരുന്നു. എന്തിനു? to feed മഹേന്ദ്രൻ, മഹേന്ദ്രൻ എന്ന വസ്തുവിനെ മഹേന്ദ്രനെ ഫീഡ്, തീറ്റിപ്പോറ്റാൻ. മനസ്സിലായോ? ഭക്ഷണം കൊടുക്കാൻ. അപ്പോ മഹേന്ദ്രനിക്ക് ഭക്ഷണം കൊടുക്കാൻ മറ്റു വല്ല വഴികളും ആലോചിക്കേണ്ട സമയമാണ് ഏത്? ഇപ്പോൾ. മനസ്സിലായോ? അപ്പോൾ now we have to think some other ways, നമുക്ക് മറ്റു പല വഴികളും ആലോചിക്കേണ്ടതായി വന്നിട്ടുണ്ട്. മനസ്സിലായോ? ആലോചിക്കണം. മനസ്സിലായോ? എന്തിനേക്ക്? to feed മഹേന്ദ്രൻ, ഈ മഹേന്ദ്രൻ എന്നതിനിക്ക് ഭക്ഷണം കൊടുക്കാൻ മറ്റു വല്ല വഴികളും കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ബാക്കി ഭാഗം നമുക്ക് ഇൻഷാല്ലാ അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അപ്പൊ അതിന് മുമ്പ് ഈ ഭാഗത്ത് എന്ത് ഇങ്ങനെ ഓരോ ഭാഗങ്ങളും ഡഫായിട്ട് വരുന്നത്. അപ്പോ ഞാൻ ഇപ്പോൾ കുറച്ചെടുക്കുന്നത് ഭാരമാവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പൊ എടുക്കുന്ന ഭാഗങ്ങൾ എന്തായാലും തന്നെ പഠിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉടനെ ചോദിക്കാം. ചിലരെന്താകുന്നത് ഷമ്മാസ് അല്ലെങ്കിൽ ജസീല് അങ്ങനെയുള്ള അല്ലെങ്കിൽ സിനാനബി അങ്ങനെയുള്ള കുറച്ച് ടീമൊക്കെ എന്താണ് എന്ത് സംശയം ഉണ്ടായാലും ചോദിക്കലുണ്ട്. മനസ്സിലായോ? അപ്പൊ
ബാക്കിയുള്ളവർ ചോദിക്കലില്ല എന്നല്ല, എന്ത് അല്ല പഠിക്കലില്ല എന്നല്ല പറഞ്ഞ, ഏതായാലും ചോദിക്കലില്ല, മനസ്സിലാകുന്നതേ മനസ്സിലായിരിക്കും. അപ്പൊ നിങ്ങൾ വേണ്ടവരെ ചോദിച്ച് മനസ്സിലാക്കുക. എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ സമയം കിട്ടുമ്പോഴൊക്കെ കാണുമ്പോഴൊക്കെ അതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കരുത്. ആരും പഠിക്കണ്ട. അപ്പോ പാഠഭാഗങ്ങളൊക്കെ ഉഷാറായി പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.